maximum likelihood estimator എന്ന് പറഞ്ഞാൽ maximum likelihood estimators-ന് മുന്നേ നമുക്ക് population എന്താണെന്നും sample എന്താണെന്നും statistic എന്താണെന്നും parameters ഒക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു. അതിൽ brief ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ population എന്ന് പറഞ്ഞാൽ നമുക്കൊരു large community-യുടെ ഒരു analysis, ആ ഡാറ്റയുടെ ഒരു analysis, അതിൻ്റെ എന്തെങ്കിലും ഒരു information നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മൊത്തം population, ആ ഒരു large ഡാറ്റയെ നമ്മൾ population എന്ന് പറഞ്ഞാൽ ആ population മൊത്തം നമുക്ക് അനലൈസ് ചെയ്യാൻ ഇമ്പോസിബിൾ ആയതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് വേരിയബിൾ സാമ്പിൾസ് എടുത്തിട്ടാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പം സാമ്പിളിൻ്റെ ഇൻഫോർമേഷൻസ്, ആ ഡാറ്റയിലെ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ വാല്യൂസ്, അതായത് എക്സ് ബാർ, എസ് സ്ക്വയർ, അതൊക്കെ തന്നെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. അതായത് എനി ഫങ്ഷൻ ഓഫ് സാമ്പിളിനെ നമ്മൾ എന്താ പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്. അപ്പം അത് യൂസ് ചെയ്തിട്ട് ആ ഒരു ഇൻഫോർമേഷൻസ് ആവറേജ് ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പറയുന്നത്, ഇത്രത്തോളം ആവാം, ഇത്ര എന്താണ് ആവറേജ് വരാം എന്നൊരു ഗസ് നമ്മൾ നടത്തുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ സാമ്പിൾസ് പറഞ്ഞ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു. പോപ്പുലേഷനിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മീനിനെ, വേരിയൻസിനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾസ് ഡാറ്റ യൂസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മീൻ ആയാലും വേരിയൻസ് ആയാലും അതിനെയൊക്കെ തന്നെയാണ് എന്ത് പറയുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ വാല്യൂസിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അതായത് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എ പോപ്പുലേഷൻ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ഇൻഫോർമേഷൻ ഫ്രം ദ സാമ്പിൾ ഇൻ ദ ഫോം ഓഫ് എസ്റ്റിമേറ്റർ. അതാണ് എന്താ എസ്റ്റിമേറ്റർ എന്നുള്ളത്. അപ്പോൾ പോപ്പുലേഷൻ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിളിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നത്, എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്.